എല്ലാവർക്കും ഫുഡ് ട്രാവലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് എറണാകുളത്ത് നിന്ന് വയനാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിയിൽ ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം, നല്ല സ്ഥലങ്ങൾ കാണാം. അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ തൃശ്ശൂർ വടക്കുന്നാലിന് മുന്നിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് മടങ്ങിപ്പോന്നു. വഴിയിലുടനീളം മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്ര ഒരു പ്രത്യേക മൂഡായിരുന്നു. മഴയത്തുള്ള യാത്ര അല്ലെങ്കിൽ എപ്പോഴും നല്ല രസമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മഴയത്ത് അധികം സ്പീഡിൽ പോകാതിരിക്കുക. വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് റോഡൊക്കെ മോശമല്ലേ. പോകുന്ന വഴിക്ക് ഒരു ഫ്രഷ് ലൈമും ഒരു പപ്സും കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് വെണ്ണക്കാട് പാലം. ഞങ്ങൾ പോകുന്ന റൂട്ടിൽ കണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. രാത്രി 8 മണിക്ക് ശേഷം ഗ്രാമവാസികളല്ലാതെ പ്രവേശനമില്ല. പാലത്തിൻ്റെ മുകളിൽ നിന്നും പാലത്തിൻ്റെ പരിസരത്ത് നിന്നും ലഹരി ഉപയോഗം കർശനമായി നിരോധിച്ചിരിക്കുന്നു. അടിപൊളി കേട്ടാ. നമ്മളെ പിള്ളേർ ഫോട്ടോ എടുത്ത് കളിക്കാൻ. ഇത് നമ്മളെ കമ്പനിക്കാരനാണ് ലാൽബി. നമസ്കാരം ലാൽബി. ഹായ്. ഇവന്റെ പേര് പറഞ്ഞേ? സനേഷ് ലാൽബിയുടെ സുഹൃത്താണ്. വളാഞ്ചേരി ബൈപ്പാസിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് വന്നിട്ട് ഒരു ബിരിയാണി കഴിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ? അതും ചെറുമണി അരിയുടെ ബിരിയാണി. ഞങ്ങൾ 3 പേരും ഓരോ ചിക്കൻ ബിരിയാണി പറഞ്ഞു. നല്ല വിശപ്പുണ്ട്, കാരണം മണി 3-4 മണിയായി. അപ്പോൾ ഇത് കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടരണം. നമ്മളിപ്പോൾ ഉള്ളത് റോയാട് ഫാം ഹൗസിലാണ്, കോഴിക്കോടാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ യാത്രയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.